ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ കഴിഞ്ഞ 3 ആഴ്ച മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ മോന് സുഖമില്ലാത്ത. അപ്പം ശനിയാഴ്ച പാതിരക്ക് പനിച്ചു. അതിന് ഞാൻ ഞായറാഴ്ച രാവിലെ എടുത്തിട്ട് നമുക്ക് ചായ കുടിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല, അപ്പോൾ വെള്ളമാണ്. അപ്പോൾ രാവിലെ വെള്ളം കുടിച്ച് മോനെ എടുത്ത് പറുതിയിട്ട് ഞാൻ അങ്ങനെ ബാഗ് എടുത്ത് കയ്യിൽ കിട്ടിയ പൈസ എടുത്ത് വിട്ടു ഗായ്സ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്താൻ മാക്സിമം ശ്രമിച്ചപ്പം ഡോക്ടേഴ്സൊന്നും ലീവാണെന്ന് നോക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തിലും ഓരോരോ കാരണങ്ങൾ. സൺഡേ ആണ്, ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല, ഇന്ന് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അവസാനം ആൾ പറഞ്ഞു എന്നോട്, ചക്കരക്കല്ല് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടേക്ക് വിട്ടോ, അവിടത്തേക്ക് പോയിക്കോ, അതാ നല്ലത്, അല്ലെങ്കിൽ കുറേ കൂടി ബുദ്ധിമുട്ടേണ്ടി വരും, അവിടെ ആകുമ്പോൾ ഡോക്ടേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഞാൻ അവിടത്തേക്ക് പോയി. അവിടെ 24 മണിക്കൂറാണെന്ന് കേട്ടു. അവിടെയൊക്കെ പോയപ്പോൾ മോനെ അങ്ങനെ കാര്യമായിട്ട് ടെമ്പറേച്ചർ എത്ര അങ്ങനെ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, പനിയുണ്ട്, ഓക്കെ, അതിൻ്റെ വഴിക്കുന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ അവർ പെട്ടെന്ന് പറഞ്ഞു ഛർദി ഉണ്ടായി മോനിക്ക് രാവിലെ പോകുമ്പം. അപ്പോൾ ഛർദി ഒന്ന് നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഡോക്ടർ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് മോനെ പോകുമ്പം ഛർദി എന്ന് പറയാനൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാര്യമായിട്ട് വയറ്റിലും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ അത് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം മോന് ലൂസ് മോഷനായി. അപ്പം ഞാൻ ആകെ പെട്ടു. അപ്പം പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കുറച്ച് പിള്ളേർ ആൺകുട്ടികൾ ഇങ്ങനെ എന്തെല്ലോ എന്തോ ഒരു സംഭവം നോട്ടീസും കൊണ്ട് അങ്ങനെ വന്നിട്ട്, അപ്പം ഞാൻ ഒരാളെ കണ്ട്, ഒരു കുഞ്ഞ്, അത്ര വലിയ ഏജൊന്നുമില്ല, ഒരു 19-20 ആ ഒരു ഏജേ ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പം ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാമ്പേഴ്സ് വേണമായിരുന്നു, ഇങ്ങനെ പ്രശ്നം മോന് പറ്റി പറഞ്ഞപ്പോൾ ഓക്കെ പെട്ടെന്ന് പോയിട്ട് വാങ്ങിച്ചു കൊടുത്തു. അത് കിട്ടി, ഫസ്റ്റ് ഹെൽപ്പ് ഗൈസ്. രണ്ടാമത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർക്ക് അവന് ഇഞ്ചക്ഷൻ വെച്ച് ലൂസ് മോഷൻ തുടങ്ങി. പിന്നെ ഞാൻ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഡോക്ടർ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് മരുന്നൊക്കെ എഴുതി തന്നു. മോനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചു. എൻ്റെ പുറത്തുള്ള മരുന്നുണ്ട്, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒക്കെ അറിഞ്ഞിട്ട് വരും മോനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് അടുത്തൊരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് എടുത്തിട്ടാകുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇരുത്തിയത്. അപ്പം ഞാനിരുന്ന് പോയിട്ട് വന്നതിന് ഞാൻ ബാഗിലൊക്കെ വെച്ച് വാന്ന് പറഞ്ഞ് മോനെ എണീപ്പിച്ചൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് മോനൊന്ന് പെടഞ്ഞ് അവിടെ തന്നെ വീണു. അപ്പോൾ ഞാൻ ശരിക്കും തീർന്നു ഗൈസ്. അപ്പോൾ പിന്നെ കരച്ചിലായി, അങ്ങനെ ആൾക്കാരൊക്കെ കൂടി, അങ്ങനെ ഭയങ്കര സങ്കടമായി എനിക്ക്. ഞാൻ തീർന്നു, എൻ്റെ മോന് എന്താ പറ്റിയ ഒന്നും തിരിയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ എന്താ പറയുക ഗൈസ്, എന്നോട് എല്ലാവരും പറയുന്ന ആണുങ്ങളെ വിളിക്കുക, ആണുങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വരുന്നു. ഒന്നിനും കഴിയുന്നില്ല, വിറക്കാണ് ചെയ്യുന്നത്. എൻ്റെ മോനെ കയ്യിൽ ഞാൻ ചേർത്ത് പിടിച്ചെന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് വന്നു. അപ്പോൾ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ ശരിക്കും എൻ്റെ മോനെ നല്ലോണം ശ്രമിക്കുന്നുണ്ട് എണീപ്പിക്കാൻ, അങ്ങനെയൊക്കെ ബോധം വരുത്തിക്കാൻ, അങ്ങനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ പറയുന്നതിനനുസരിച്ച് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മോനെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഒന്നും അറിയില്ല, ശരിക്കും ചക്കരക്കല്ലാണ്, എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഭവന ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്, പക്ഷേ എനിക്കറിയില്ല. എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഭയങ്കര ടെൻഷനുണ്ട്. ആരോടൊക്കെയും എന്നോട് പറയേണ്ടി ഞാൻ വരാം എന്നൊക്കെ. അപ്പം ഒരു സ്ത്രീകളും പറയുന്നുണ്ട് ഞാൻ വരാം അങ്ങനെയൊക്കെ. പക്ഷേ ഏതോ ഒരാൾ ഡയറക്റ്റ് എന്നിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് നേരം മുമ്പ് ഞാൻ കാണുന്നുണ്ട് ഒരു ബേജാറെല്ലാം, അപ്പോൾ പേടിക്കണ്ട, എൻ്റെ കൂടെ വാ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ആൾ വന്നു. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് എന്നോട് എടുക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലോട്ടേക്ക് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഞാൻ വെച്ചു ആൾ പോയിന്ന്. പക്ഷേ ഗൈസ് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടെല്ലാം ആണ് വന്നത്. പക്ഷേ എനിക്ക് മോനെ കൈ പിടിച്ചു കൊടുത്തു, ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഒക്കെ തന്നെ സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. ആരാണ് പടച്ചറപ്പേ ഇത്, അങ്ങനെ ആരെയാണ് നീ അയച്ചതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. പഠിച്ചവനെ അത്രയും സങ്കടത്തിൽ ഞാൻ നിൽക്കുന്ന സമയം ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തന്നെ പറയുക. അന്ന് എൻ്റെ കണ്ണിന്നൊക്കെ ഒഴുകിയതിന് കണക്കില്ല. കാരണം ഞാൻ ആരോടാ പറയുക, അങ്ങനെയായിരുന്നു. കാരണം ആരെ വിളിച്ചിട്ടും കാര്യമില്ല, ഒക്കെ ഉറങ്ങും, എല്ലാവരും ഉറങ്ങുന്ന ആൾക്കാർ. പിന്നെ എൻ്റെ അബ്ബ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും തിരക്കാണ്, ഒക്കെ വിളിച്ചാൽ തിരക്കുന്നേ കേൾക്കുള്ളൂ ഗൈസ്. അതുകൊണ്ട് തിരക്കായതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ആൾ എന്നെ എടുത്തിട്ടുമില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആളറിയുന്നത്, ഒരു ഉച്ചയായപ്പോഴാണ്. പക്ഷെ നമ്മൾ ആ രാവിലെ പോയിട്ട് നമുക്ക് പൈസയില്ല, ഒക്കെ കാലിയായി. അങ്ങനെ പൈസ ഒന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ആരാണ് പൈസേൻ്റെ വില. ശരിക്കും എനിക്ക് അല്ലെങ്കിൽ കുറേ അനുഭവം പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട് പൈസേൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി. 20 രൂപ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഒന്നുമില്ല ഒക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞു ലാസ്റ്റ് ബില്ലടക്കാൻ സമയത്ത് ലാസ്റ്റിലോട്ട് തരാട്ടാന്നൊക്കെ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും എൻ്റെ അവിടുന്ന് ആരോ എന്നോട് ചോദിച്ചു മോൻ എന്തെങ്കിലും കൊടുത്തു എന്ന് കഴിക്കാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത് 3:10 പഠിച്ചവനെ എന്താ ഇവനെ കൊടുത്തിട്ടില്ലല്ലോ, ഗ്ലൂക്കോസ് കയറുന്നുണ്ട്, ഇഞ്ചക്ഷൻ കൊടുത്തു, അവനെ ഉറങ്ങുകയാണ്, അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, യൂറിൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ ആകെ ഒരു തരിച്ചൊരു വ്യക്തി അവിടെ ഇരുന്നേ ഉള്ളൂ. ആ ഹോസ്പിറ്റലിൽ ഞാൻ ശരിക്കും ഒരു എന്താ പറയുക, അനക്കം പോലും എനിക്ക് നാവ് വരെ പൊന്തുന്നില്ല ഗൈസ്, ആ കോലത്തിലിരുന്ന്. അപ്പോൾ മോൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെയറുണ്ട് മോൻ്റെ ബെഡിൻ്റെ അടുക്ക. അങ്ങനെ ഇരുന്ന് ഞാൻ ശരിക്കും ഒരു 25
25-28 രൂപയേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു പൈസയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടുനിന്ന് എടുത്തിട്ട് ഒരു ബോട്ടിലുണ്ട്, ഞാൻ വെള്ളം എടുത്ത കുപ്പി, അതിൽ ഞാൻ പോയിട്ട് കുടിക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ബൂസ്റ്റ് കിട്ടി, 20 രൂപ ബൂസ്റ്റിന്. വേറെ കഴിക്കാൻ ഞാൻ ഒന്നും വേണ്ട, ഹോസ്പിറ്റലിൽ മോനുണ്ട്, മോൻ ഒറ്റയ്ക്കാണ്, നിങ്ങൾ എനിക്ക് പെട്ടെന്ന് താന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് എന്തോ തോന്നി. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കടിക്ക് എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ആളെന്നോട് പറഞ്ഞ് കടി എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മോന് സുഖമില്ല, മോന് കുടിക്കാനേ കഴിയുന്നില്ല അവന്, അതുകൊണ്ട് തന്നെ. ആൾ ഒരു ഗ്ലാസ് മാത്രം പാലും വെള്ളം എടുത്തു ബൂസ്റ്റ് കലക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അത് സങ്കടമായി, എൻ്റെ മോനെ കുടിച്ചിട്ട് എത്താണ്ടായി പോയാലോ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, മോന് ഹോസ്പിറ്റലല്ലേ, കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചോ എന്ന് പറഞ്ഞു. പാൽ ഒഴിക്കേണ്ട, അയാൾക്ക് എന്തെങ്കിലും തോന്നണ്ട, പാൽ ഇല്ലെങ്കിലോ വിചാരിച്ചിട്ട് അളവ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഒഴിക്കില്ലല്ലോ ഒഴിച്ചു. പക്ഷേ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആൾ കോരി ഒഴിച്ചു പാല് തന്നെ. എന്നിട്ട് എനിക്ക് പറഞ്ഞു മോന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നു. അങ്ങനെ നമ്മൾ റിട്ടേൺ വന്ന് 6 മണിക്ക് ശേഷമാണ് അന്നത്തെ ദിവസം കഴിച്ചത്. കഴിക്കൽ പോട്ടെ, മനസ്സമാധാനം കിട്ടിയത്. എൻ്റെ മോന് പിന്നെ എൻ്റെ അനിയത്തി രാവിലെ തൊട്ട് 6 മണി വരെ എൻ്റെ മോളെ നോക്കിക്കൊണ്ടിരുന്നു. മോൾ എന്ത് കളിച്ചിട്ടും വിടുന്നില്ല. അപ്പോഴത്തേക്ക് മൂക്ക് ഇടുന്ന് പനിച്ചു, പേടിച്ചിട്ടാണ് തോന്നും ഓൾ എന്നെ കാണായിട്ടാണ് എന്തോ ബേജാറായിട്ട് ഓൾ ബ്രഷ് ചെയ്തത് ഞാൻ വന്നിട്ടാണ് എൻ്റെ അനിയത്തി. കാരണം അത്രയും അപ്പോഴത്തേക്ക് മോളെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വിട്ടായിരുന്നു, മോക്കും പനിക്കുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടലി ബാഡായിരുന്നു അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്ത് ബാഡായാലും പഠിച്ച റബ്ബ് എന്നിലേക്ക് ഒരാളയച്ചിട്ടില്ലേ, അത് ശരിക്കും ഗൈസ് എനിക്ക് മറക്കാൻ കഴിയില്ല. ആളൊരു നല്ല ഫാമിലിയിലുള്ള നല്ലൊരു വ്യക്തിയാണ്, അത്രയും ഡീസൻ്റായിട്ടുള്ള നല്ലൊരു ആളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, അങ്ങേറ്റം പഠിച്ച റബ്ബ് വാരി കോരി ഒക്കെ കൊടുക്കട്ടെ, എല്ലാ അനുഗ്രഹവും വാരി കോരി കൊടുക്കട്ടെ അല്ലേ ഗൈസ്. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഒന്നും പഠിച്ചവൻ വെറുതെ വിടില്ല, അവർ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് നന്മ കിട്ടും. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, ബൈ.